പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വന്നത് അവൽ കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം അവിലാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മട്ട അവിലാണ്. വെള്ള അവിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു ഇളം ചൂടുള്ള 1/2 കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം ഒരുപാട് ഒഴിക്കരുത്. കുതിരാനായിട്ട് ആവശ്യമുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവിലൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന്. ഇനി ഞാനിതിലേക്ക് ഒരു 2.5 കൈപ്പിടിയോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂണോ അതല്ലെങ്കിൽ കൈയോ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 ഏലക്കായ കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കൊഴുക്കട്ട രൂപത്തിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇപ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റാത്തൊരു പാകത്തിലാണുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു പാകത്തിൽ ആകുന്നത് വരെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉരുട്ടി നോക്കിയപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കൊഴുക്കട്ടയുടെ ആ ഒരു പരുവത്തിൽ കുറച്ച് വലിയ സൈസിലുള്ള ബോൾസുകളാക്കി എടുക്കാം. അങ്ങനെ എല്ലാം ബോൾസുകളാക്കി എടുത്തതിന് ശേഷം ഞാനതൊരു ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4-5 മിനിറ്റോളം ഒന്ന് ആവി കൂടെ കയറ്റിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചികരമായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.